പോയേക്ക് അങ്ങനെ നിർത്തല്ലേ വേക്ക് പോ എങ്ങനെയുണ്ട് വാൾപ്പാറ വരുവാണെങ്കിൽ ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണത്. പാരീസ് കോർണർ ഇതാണ് നമ്മളെ റെസ്റ്റോറൻറ്റിന്റെ വ്യൂ. നമുക്ക് ബ്യൂട്ടിഫുൾ പ്ലേസസ് ആണ്. മൂത്രയിച്ചാണെന്നുണ്ടോ പാലക്കാട് എത്തുമ്പോ മുസ്താഖിന് ഒരു ചരിത്രമുണ്ട്. ചെറിയൊരു യാത്ര ഞങ്ങളൊന്നും ചാടിച്ചാൻ വേണ്ടിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒന്നും ഇറങ്ങിയതാണ്. രാത്രി ഇപ്പൊ ഒരു സമയം ഇപ്പൊ ഒരു 11 മണി ആയിട്ടുണ്ടാവും. 11 മണി ഒരു 11:05 ആയിട്ടുണ്ടാവും. 10:59 ആയിട്ടുള്ളൂ. അപ്പൊ 10:59. അപ്പൊ ഞങ്ങൾ ചാടിച്ചാൽ ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടി ഒരു അടുപ്പും ഒരു പാത്രം വാങ്ങാൻ പോണപ്പോ. അപ്പൊ പാത്രം വേണ്ടി ഞങ്ങള് ബിനാസ്ഖാന്റെ കടയിലേക്ക് പോണേ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ആരൊക്കെയെന്ന് വെച്ചാൽ നമ്മള് സാക്കിർഖാനെ കാണിച്ചു കൊടുക്കാൻ. ആഴ്ചയിലെ ഒരു 4 ട്രിപ്പ് പോലുണ്ട്. മിഞ്ഞാന്ന് ഫാമിലി ടൂർ, മിഞ്ഞാന്ന് വയനാട് അതിന്റെ അത് ചാടിച്ചാനാണ്. ഇത് ബിസിനസ് ട്രിപ്പാണ്. ഓക്കെ, ഇത് ബിസിനസ് ട്രിപ്പ് അങ്ങനെയാണ്. പിന്നെ നമ്മളിപ്പോ ഉള്ളത് മെയിൻ ആയിട്ടുള്ള നമ്മളെ ക്യാമറമാൻ എന്താ ഇത് ഒളിച്ചൊളിച്ചേ കണ്ടേ പറയൂ എവിടെ നമ്മള് എന്തിനാണ് നമ്മൾ അടുപ്പ് വാങ്ങുന്നു? അടുപ്പ് എന്താ വാങ്ങണ വെച്ചാലേ കഴിഞ്ഞ പ്രാവശ്യം അടുപ്പ് ട്രിപ്പ് പോയി. ആ അടുപ്പ് ഞാനൊക്കെ അടിച്ച് അത് ഗ്യാസിന്റെ ഗ്യാസല്ല അടുപ്പേനോ അത് അടിച്ചും തോറും കുറഞ്ഞു വരിക. മണ്ണെണ്ണൊക്കെ ഇങ്ങനെ മുട്ടായിട്ട് വന്നതാ. അതിനുശേഷം ഒരു 2-3 മണിക്കൂർ എടുത്ത് നമ്മളൊരു ചായ കാച്ചു. 3 മണിക്കൂർ. അപ്പൊ അതിനുശേഷം നമ്മള് ഗ്യാസും കുറ്റി സ്റ്റൗവൊക്കെ വാങ്ങി. അത് ആരെടുത്തുണ്ടോ ചെയ്തു വേണ്ടിട്ട് ചെറുതായിട്ട് പോർട്ടബിൾ ആയിട്ടുള്ള ഞങ്ങള് പെരിയ കൊണ്ടാക്കണ പറഞ്ഞു. മുക്കിലെ പഴയ മദ്രസയുടെ ബിൽഡിങ്ങിൽ നിന്നാണ് സാധനം മോശം പോയിട്ടുള്ളത്. ആരെ കൊണ്ടേക്കണോ? സാക്കരച്ച് കൊണ്ടേക്കണോ? പോട്ടെ. ഞങ്ങള് കഠിനത്തിന് ഞങ്ങളെ സാധനം വാങ്ങട്ടെ. ഓക്കെ, കുറ്റിംഗ് ഗ്യാസും വാങ്ങട്ടെ. കുറ്റിംഗ് ഗ്യാസും വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ബിനുക്കുട്ടന്റെ അടുത്ത് പോകണം. ബിനുക്കുട്ടൻ അൽമുസ്തു എന്തോ മറന്നു. എന്തോ ഇതിനകത്തുണ്ടാവും ചോദിച്ചോക്ക. അവിടെ അമ്മി മാപ്പിലത്തൊക്കെ കിട്ടലുണ്ട്. ഒന്നുണ്ട് കൊടുക്കൂല. ബഹുത്ത് മുഷ്കിലാണെന്നാ പറഞ്ഞത്. പതപ്പുമുണ്ട്. ഇത് പിന്നെ മെയിനാണ്, എല്ലാ ട്രിപ്പിലും ഉണ്ടാവും ഒരു പതപ്പൂരും ഉണ്ടോ. അപ്പൊ ഞങ്ങള് ബിനാസിന്റെ കടയിൽ എത്തിയിട്ടുണ്ട്. ഗായ്സ് വാങ്ങട്ടോ. കുറ്റി ഓടറാ. സാധനം തന്നെ ഗ്യാസ് തന്നെ. ചെറിയ സ്റ്റാൻഡാണ്. ഇതന്നെ ഇതേ വെക്കലല്ലേ. പിന്നെ ഒരു സാധനം വെക്കണ ഒരു പാത്രം കൊള്ളാനുള്ള വലിപ്പം വേണ്ട. പൊട്ട ഓടിവാ മണ്ണേ. കൺഫ്യൂഷനിലാണ് മൊത്തത്തില്. ഇതിങ്ങനെ കത്തിച്ചു വെക്ക. കുറ്റിയെടുക്ക്. പാത്രം ഇത് കൊണ്ടിറക്കാനാണ്. അത് പിന്നെ പാത്രം ഇങ്ങനെ ആക്കറേ. അത് ഇങ്ങോട്ട് എടുക്കാക്കണം. അപ്പം കൊണ്ടിറക്കണ്ടേ? കുറ്റിയുടെ കത്തിച്ചു നോക്കട്ടെ. ഇവിടെ വെക്കല് മറ്റേ പറയുമ്പോ ഇത് സാധാ മറ്റേ 5 കുറ്റിമായിട്ടാണോ ഇതോ? അല്ലടാ, ഇത് ഇവിടെ തിരിച്ചു വരുന്നല്ലോ മറ്റേ ബട്ടർ കുട്ടി തിരിച്ചു വരുന്ന. ആ കുറ്റി എടുത്താ വലിയ കുറ്റി ഫോട്ടത്തില്. അതെ, ഇതൊക്കെ നോക്ക്. ഇതല്ല പൊട്ട. ഇവനാണ് ഞങ്ങളെ ചതിച്ചു ഗൈസ്. പറ്റിച്ചു. ഇതല്ല കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇതല്ലോ. അപ്പൊ അല്ല ഇതിന് സെറ്റപ്പ് എങ്ങനെ? ഇതല്ല അതല്ല ചേട്ടാ കയറ്റിട്ട് കാര്യമില്ല.
അതെല്ലാം പൊന്നാര വിനാശ. ഇതിന് ചേറെ ചെറിയ അടുപ്പുണ്ട്, അത് വേണം. അതാ അയിമലാണ് ഇത് കുത്തലല്ലേ. അപ്പൊ അവിടെ ബഡ്ജറ്റിലുണ്ട് സാധനം തന്നെയോ അവിടെ ഉണ്ടായോ? അവിടെ പോയി വാങ്ങിക്കൂടെ? അതൊക്കെ അടിച്ചു പോട്ടെ. അപ്പൊ അതില്ല, അങ്ങനെ ട്രൗസറാണോ? സംഭവം പാളിയതാണേ. പക്ഷെ ഇതിന്റെ സെറ്റപ്പ് എങ്ങനെയാണ്ടാ? ഇനി പറ്റിച്ചതിന്റെ ഒരു ഒറീസ തന്നു. നമ്മളെ കുറ്റി പറ്റിയോ? പറ്റൂല. റെഗുലേറ്ററിൽ വെച്ചല്ലേ മണ്ണെണ്ണ സ്റ്റോവിന്റെ ഉണ്ട്. അല്ലല്ല, ഗ്യാസാണ്. ഇങ്ങനത്തെ കുറ്റി ഇവിടെ കിട്ടാ കുറ്റി ഇവിടെ ഉണ്ട്. 800 രൂപ കുറ്റി. അതാണിപ്പോ ഞാൻ മാറി എന്നാ നമുക്ക് അറിയാലോ. കുറ്റി കിട്ടിയില്ല, സ്റ്റോവും കിട്ടിയില്ല. ചെലവ് 1000. ചെലവൊന്നുമില്ല പൊഞ്ഞേന്. അപ്പൊ ഫോൺ വൈക്കല് നമ്മള് ചോദിച്ചു പോവും. ചോദിച്ചു പോവാ. സാധനം കിട്ടിയ ഒന്നുമില്ല. അയ്യടാ, ഞാൻ പിന്നെയും മറന്നു. എന്താ മുട്ടനിടാനൊരു ആംഗിള് വെച്ചിന്. ആംഗിളോ? ഒരു ഇത് മുട്ടമുട്ടണ സാധനത്തിന്റെ പേത്ത ആംഗ്ലർ വെച്ച് ഞാൻ കിട്ടിയില്ല. സാരല്ല, അത് ഞാൻ ചോദിച്ചു പോണം. ചോദിച്ചു പോവാം. മെഡിക്കൽ ഷോപ്പിലുണ്ടാവും. ചോദിച്ചു പോവാം. ബാക്കി അടുത്ത ഡെസ്റ്റിനേഷൻ ഞങ്ങൾ അടുത്തതായിട്ടുള്ള കാണും വരെ സന്ധിക്കും വരെ സന്ധിക്കല്ലേ രാത്രി രാവിലെ ആവോളം വരെ ഇഞ്ഞു വരും വീഡിയോ. അങ്ങനെ ഞങ്ങൾ ആദ്യം ചായ കുടിക്കാൻ വേണ്ടി നിർത്തിക്കാണ്. അതിൽ മുസ്തുവിനെ പറ്റൂല. ഈ പറഞ്ഞ ടൂറോ പറഞ്ഞ മെയിൻ ആയിട്ട് കടന്നുറങ്ങലാണ്. സമയാകുമ്പോ 6 മണിക്കൂർ. ഏത് ടൂറാണോ എന്നൊന്നുമില്ല, അത് ഉറങ്ങാം. അങ്ങനെ നമ്മള് ടൂറ് തുടങ്ങിയിട്ടുണ്ട് ഗായ്സ്. ഇനി ടൂർ ഇക്കാരം ഉറങ്ങണോ? രാത്രി ഉറങ്ങണം. ഉറക്ക നിർബന്ധം. പോരാ നിക്കണോ? അല്ലാതെ നിങ്ങൾ വണ്ടി എല്ലാ ട്രിപ്പിലും ഇങ്ങനത്തെ ആൾക്കാരുടെ ഞങ്ങൾ മാനേജ് ചെയ്യണം. എല്ലാ ട്രിപ്പിലും ഇങ്ങനെ തന്നെ പോകും. വണ്ടി കയറിയാ കടന്നുറങ്ങാം. ഇങ്ങനെ പോയൊക്കെ 2 ആൾക്കാരുണ്ട്, ഓടുന്നില്ല. ആൾക്കാരുള്ളൂ ചാടിച്ചിറങ്ങാൻ എന്തായാലും ഇറങ്ങിക്കൂടെ അങ്ങോട്ടേ. ഏടാ കുന്മാനെ എന്താ കുന്മാനോട് പറഞ്ഞ നീച്ച് ബദറാ എന്താ പറഞ്ഞോണ്ടേ. സോ എന്താ കടിന്നുണ്ടെങ്കിൽ പുട്ടുണ്ട്, സമൂസ ഫ്രൈഡ് ഉണ്ട്, മുട്ട ഉള്ളില് വെച്ച ബെന്നുണ്ട്, എന്താണ്ടേ പ്രദേശമുണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്, പരിപ്പ് വടയുണ്ട്, അച്ചാറോ ബദറോ ഇവിടെ ഇരിക്കടാ. സംസാരിക്കുകയാണ് ബദറ്. അങ്ങനല്ല ഇനി കുറച്ചേരം ഇങ്ങനെ കേട്ടതാണ്. അപ്പൊ അത് ഒന്നും അറിയാത്ത പോലെക്കാ ഞാൻ ഫോണിൽ വായിച്ചിരിക്കാണ്. നെയ്യാത്ത പോലെക്കാ, കാണാത്ത പോലെക്കാ പറയുന്ന ചായ പറയാ ചായ 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 അല്ല ചായ പറയാൻ പറഞ്ഞ ചായ ഏടാ അങ്ങോട്ട് പോ. നടന്നു കൂടി അങ്ങോട്ട് മഞ്ഞക്കുട്ടി പോട്ടെ. സാർ എന്താണിത് 4 കടി 1 കടിയാക്കണ്ട ആണെങ്കി പോയി എടുത്തു. നീ ബദർ പറയും എന്താ മഞ്ഞക്കുട്ടിയൊക്കെ വേണ്ടി കിടപ്പിലായി തന്നെ തിരിച്ചു പോയേ. തിരിച്ചുവല്ലോ പിരിവ് കൊടുക്കണം. പിരിവ് കൊടുക്കാം, അതൊന്നും വിഷയമില്ല. മാനുമാര് ചെയ്യാറാണോ? ചങ്ങായി മരിച്ചോളൂ. അപകടത്തിൽ മരിച്ചാണ്. മാത്രമേ കൊണ്ടോട്ടില്ല അങ്ങനെ സമൂസ കോളേജിലേക്ക് വരുന്ന ഇടയിലാണ് വണ്ടി കട്ടി മരിച്ചത്. ബൈക്കുമല്ലേ
ചെറിയ ബാക്കിൽ ഞാൻ പറഞ്ഞത് ബാക്ക് നിന്നാ ഒരു നേരം ആ ചൂടാക്കി തരാൻ പറയും ആ നുറുക്ക് പറയും മുത്തേ മോനെ പോയി പറയും. ആദ്യത്തെ ചായക്കടയിൽ നിന്നും എന്തൊക്കെ കഴിച്ചു നമ്മൾ? നുറുക്ക് ഞാൻ നുറുക്ക് മാത്രം കഴിച്ചിട്ടോ. നുറുക്കുള്ള ചായ മാത്രം ഞാൻ പറഞ്ഞോ. ഞാൻ ചായ മാത്രം പറഞ്ഞു. വേറെ എന്തൊക്കെയാ ഇവിടെ വന്നു തിന്നണേ പറഞ്ഞതോ ഞാൻ ഷാക്കിറേ ഭാഷ ഭാഷ ഒരു സഞ്ചി നിറച്ചു നുറുക്ക് തിന്നണേ. ഇതിന്റെ പൗതി ചെന്ന് ഞാൻ 2 എടുത്തിട്ടുള്ള എടുത്തില്ലേ പൗതി എങ്ങനെയാവല്? പിന്നെന്താ ഇത് 4 ഇപ്പൊ വീഡിയോയിൽ തന്നെ 10 എന്നാണ് 4 ഇതില്. എത്ര നമ്മൾ ട്രിപ്പിന്റെ ബഡ്ജറ്റ്? 1500. 1500 ശരിക്കും 500 പാലക്കാട്ടേക്ക്. പാലക്കാട് എത്തുമ്പോ മുസ്താഖിന് ഒരു ചരിത്രമുണ്ട്. നമ്മളിപ്പോ പറയണത് പിന്നെ പറയേ നമ്മള് KSRTC അടുത്തും പറയാം, KSRTC സ്റ്റാൻഡിന്റെ അടുത്തും പറയാം. അതല്ലേ പറഞ്ഞാക്ര പറഞ്ഞെടുക്ക് അതൊക്കെ നോക്കിയാണ്ടേ ആദ്യം വ്ളോഗ് ഇടാഞ്ഞേ അന്നില്ലല്ലോ. നെല്ലിയാമതിയല്ലേ അല്ലേ? വ്ളോഗ് ഉണ്ട്. ചായ കുടി കഴിഞ്ഞു. ചായ കുടി കഴിഞ്ഞു. ഇനി എന്താ? ഇനി അടുത്ത് നമ്മള് വണ്ടിക്ക് എണ്ണ അടിക്കണം. ഇനി വണ്ടിക്ക് എന്നാ കൊടുക്കണം? നമ്മള് വള്ളിക്കാക്കി ഒരു ചായ കൂടി ഉണ്ട്. ഇപ്പൊ നമുക്ക് 22 കിലോമീറ്റർ മൈലേജ് ഇട്ടിട്ടുണ്ട്. അതാണ് പറഞ്ഞത് 22 കിലോമീറ്റർ. നമ്മളന്ന് പോയപ്പോ വണ്ടിക്ക് മൈലേജ് 12. അന്ന് ലക്ഷറി ആയിട്ട് പോയത്. ഞാൻ ഉള്ള ട്രിപ്പില് ഫുഡ് ഓഫർ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. എണ്ണ എത്ര പേര് ചെയ്യും? 1000 അന്ന് പറയാൻ അത്രയൊന്നുമില്ല. അന്ന് 108 രൂപ. എത്ര? 100 അന്ന് ഇതിലാറാലുണ്ടാവും. മറന്നു എണ്ണനെ അത് കുറക്കണോ? കണക്കില്ലല്ലോ, നമ്മളെ ഡിക്ഷണറി ഇല്ലല്ലോ. ചെലവ് കൂടും. ഇവിടെ നമ്മള് നിർത്തണോ? ഇന്ന് തന്നെ മറ്റേ കുറച്ച് ചെലവ് കൂടിയുണ്ട്. ഇവിടെ ഓൾട്ട് ചെയ്യണോ? ഇവിടുത്തെ തുറന്നില്ല. യൂറോപ്പില്ല. അല്ല യൂറോപ്പല്ല അന്ന് കണ്ടില്ല. അന്ന് ചീത്തട്ടി നമുക്ക് അതിന് അന്ന് കൊറേ ആൾക്കാരുണ്ടായിട്ടാണ്. ചീത്തല്ല, ഒരു ഓൽക്കൊരു താല്പര്യമില്ല. അല്ലേലും എന്റെ പേര് കുസൃതി കയറാൻ എനിക്ക് ഇഷ്ടമുണ്ടോ? ഇതങ്ങനെയല്ല, ഇത് പബ്ലിക്കാണ്. യാത്രക്കാർക്കുള്ള സൗകര്യത്തിനല്ലേ സാക്കിർക്ക നിലപാടുള്ള ആളാണ്. സാക്കിർക്ക കണ്ടോ? പൂട്ടിക്കളെ കൂമ്മമാരെ ആണോ? സാക്കിർക്ക കണ്ടോ? നിലപാടിന്റെ ആളാണ്. ഇത് തല്ലാരും സെലിബ്രേറ്റ് ആയോ? എവിടെ? അപ്പൊ ചായ കുടി കഴിഞ്ഞ് ഞങ്ങള് യാത്ര ഇങ്ങനെ തുടർന്നു. യാത്ര തുടർന്നു. ക്യാമറമാനെ ക്യാമറ ഞാൻ പറഞ്ഞുതരാം. പാലക്കാട് ഞങ്ങള് മന്തികടിന്ന് മന്തി ഇറങ്ങി. ലേറ്റ് ഇടറാ കാണലതല്ലേ? ഞാൻ അത് കാണിച്ചു തരാം. ഏത് എന്റെ കുടുംബക്കാരെ മന്തി കാണുണ്ടല്ലോ. അതിന്റെ കുടുംബക്കാരൻ മന്തിയുടെ പേരറി രാത്രിക്കത്തെ ഫുഡ് വെറുതെ തരുമോ? ചോദിച്ചു നോക്കാരാ. ചോദിച്ചു നോക്കാരാ. ഓപ്ഷൻ ആയാലും 500 ആള് ഇറങ്ങി. അതില് പെട്ടെന്ന് മുസ്താഖിന് ചെയ്ത്താൻ പെട്ടെന്ന് പണ്ടത്തെ ഒന്നുമില്ല. അവനെന്താ ബാക്കത്തെ മുൻപത്തെ കൊടുത്തില്ല? ബാക്കത്തെ സീറ്റ് എല്ലാരും പറഞ്ഞു ആർക്കും വേണ്ടായിരുന്നു. തീരെ പറ്റില്ല നമുക്കറിയാം. അതിൽ മുസ്താഖ് ഒറ്റടിക്കറണു. ഒറ്റ പോക്ക് കിട്ടണ്ട. പിന്നെ ഞങ്ങളത് അവിടെ കറങ്ങാ വണ്ടി കൊണ്ട്, ഇന്നോയും കൊണ്ട് ഇങ്ങനെ കറങ്ങാം. ലാസ്റ്റ് എവിടെ എത്തിയാലോ? KSRTC സ്റ്റാൻഡിൽ എത്തിയാണ്. അവിടെ നിന്ന് പൊക്കി കൊടുക്കുന്നത്. എന്തിനാ പൊക്കിയത്?
ഒന്നില്ലെങ്കിൽ വല്ല പോത്തല്ലേ അല്ലേ നമ്മളപ്പോ പോന്നല്ലേ അങ്ങനെ ഇമ്മ എന്നോടല്ലേ ചോദിച്ചാ എത്തുമല്ലോ എത്തിയില്ലെങ്കിലോ ഉത്തരവാദിത്തം മുതലായി പോയില്ലേ അവനെ മൊത്തം കടിച്ച കാട്ടിലത്തെ എങ്ങനെ പോവാന്നോ നേരെ ഇവിടെ അങ്ങനെയാണ് ലൈറ്റ് ലൈറ്റ് ഇല്ല ഇവിടെ. ഇതാണ് ആ മൊണ്ണ. ഓടിവാ കണ്ണ ചാടിവാ മൊണ്ണ. ആ മൊണ്ണാണ് പോ ഇരുന്ന് ഇളിച്ച അൽമുസ്റ്റു എന്ന ഒരു മണ്ടൻ അതിനെ കുറിച്ച് എന്താണ് മുസ്താഖിനാക്കി വിശദീകരിക്കാനുള്ള പറഞ്ഞ അന്ന് കുഞ്ഞടി പോയിനെ കുറിച്ച് അന്ന് കേറി ചൈത്താനെ പേരെന്ന് പറഞ്ഞത്. ഞാൻ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞ ന്യായീകരിക്കാൻ നിക്കണ്ട കേട്ടോ. ന്യായീകരിച്ചിട്ടുമില്ല. ഇറങ്ങിയത് പോയി. ഞാൻ ബസ്സിന്റെ പറഞ്ഞു മൂട്ടിൽ എന്നാണ്ട് ഞങ്ങൾക്കൊരു പാടില്ല. ഞങ്ങൾ ഓനെ പേര് KSRTC ബസ് സ്റ്റാൻഡിന്റെ അടുത്തെത്തി. പോണേ KSRTC ബസ് സ്റ്റാൻഡ് ഞങ്ങൾക്ക് കയറാറില്ലേ? എന്നിട്ട് ബൽക്ക് പിന്നെ ചീറ്റി അതിന്റെ മൂട് തരം പോവാനുള്ളത്. ഇച്ച് ബസ് കയറാൻ പോണേ ബസ് സ്റ്റാൻഡിൽ ഞങ്ങളൊക്കെ വലിച്ചേറ്റി കൊണ്ടുവന്നവനെ കൊടുക്കണ്ടേ കൊടുക്കാതെത്തിയല്ലോ. ഒന്ന് ബിരിയാണി നോക്കിയ ഇവിടെ മറ്റേ ബിരിയാണി വലിച്ചെറിഞ്ഞുണ്ടാവും. ബീഫ് നല്ല സ്മെല്ല് ഉണ്ട് കേട്ടോ. ഞാൻ പറയാൻ തിന്നുമ്പോ അടിച്ചാ പറയാനോ നമ്മൾ തിരിച്ചു വരും വൈകാം. ഇവിടെ വരുമോ? തിരിച്ചു തൃശ്ശൂർ കൂടെ ഇറങ്ങാം. നമ്മള് കൊടക്കാടല്ലേ നമ്മള് വരും. പക്ഷെ അത് അങ്ങനെ നമ്മളോട് കണ്ടിട്ടില്ലല്ലേ അതിനെ കുറിച്ചുള്ള ഇതൊന്നും. ബീഫും നല്ല സ്മെല്ലുണ്ടാവും. പിന്നെ അടിക്കാം വിഷയാക്കണ്ട. എമർജൻസി ചൂട് പുട്ടിക്കാരും ബീഫ് ഉണ്ടല്ലോ നല്ല നേക്കയറും. പുട്ടിന് വേറെ പേരുണ്ട് എന്താ എനിക്കിപ്പോ മായി തരാൻ അറിയോ മലയാളത്തില് മറ്റേ കാണാര കുത്തിയ മുട്ട ജെ പൈപ്പ് കൂടെ കമ്പന്തൂറി. അല്ല അങ്ങനെ ശരിക്കും ഇടുക്കി ഭാഗത്ത് അങ്ങനെ പേരുണ്ട്. കാര്യം പറയാ മൂന്നാറ് ഭാഗത്ത് എടുക്കുവാത്തുള്ള പേരാ കാര്യം റിയലി അമേസിംഗ്. ഇടുക്കുവാത്തുള്ള പേര് ഇടുക്കുവാത്തുള്ള പേര് തന്നെയാണ്. പുള്ളി തന്നെയാണ് എന്ത് പറഞ്ഞാലും അതന്നെയാണ്. അതിന്റെ കാര്യം സംശയം ഉണ്ടെങ്കിൽ ആൾക്കാർ കമന്റ് ചെയ്യട്ടെ. രാവിലെ ഞാൻ കേര മുതൽ ഇറങ്ങോളം ജന സ്റ്റോറി ഞാൻ ഉള്ള പറയാം. ആണെങ്കിൽ നിങ്ങള് ഗൂഗിൾ ചെയ്തോളി. ഇടുക്കി മൂന്നാറ് ഭാഗത്ത് എന്താണ് പുട്ടിന് പറയാ. ആയിക്കോട്ടെ. അത് പുട്ടാവൂല. ഞാൻ വേണമെങ്കിൽ തെളിവ് കാണിച്ചു തരാം. വേണ്ട തെളി വേണ്ട. അപ്പൊ വിശദീകരണം ഞാൻ തന്നേ. ഇതിലിട്ട് ഞാൻ കോപ്പറേറ്റ് അടിച്ചുള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തത്. മൂന്നാറിന്റെ ഭാഗത്ത് ഷൂട്ട് ചെയ്ത ഇയോബിന്റെ പുസ്തകം എന്ന പടത്തില് ദിലീഷ് പോത്തൻ പറയുന്നുണ്ട് എന്ത് കമ്പൂറി ഉള്ളതാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയണ അതെ ഒരു വ്ളോഗിൽ എണ്ണമാരി എണ്ണ ഉണ്ടായിരുന്നു കുട്ടനാട്. ഇത് ശരിക്കും ആൾക്കാർ ഉപയോഗിക്കുന്ന വാക്കുകള്. ഇതിപ്പോ ഞമ്മള് എന്താണ് അതിന് മാത്രം ഇത്ര വലിയ പ്രശ്നമാക്കാനുള്ള കാര്യം? പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഫുള്ള് ഒരു ട്രിപ്പ് ഫുള്ളാതാകുമ്പളേ അതൊരു പ്രശ്നമാണ്. ഈടെ പൊട്ടന്മാരെ ഇതിപ്പോ എല്ലാത്തിനും ഇതൊക്കെ നോർമൽ യാത്ര അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുന്ദരമായ റോഡിലൂടെ ഞങ്ങൾ നടന്നു പോകുമ്പോ അതിസുന്ദരനായ സാക്കറുണ്ടായിരുന്നു. ആ സാക്കറിന്റെ കൈയോട്ടോ അപ്പോഴാണ് മുമ്പിലുള്ളൊരു സാധനം എന്നോട് പറഞ്ഞത്. അവന്റെ പേരായിരുന്നു ഫയ്യാൻ. ഓനെല്ലാരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓന് ട്രിപ്പ് കൊണ്ടുപോകുമ്പോ 1500 റുപ്യ കരുതിയ 4000 റുപ്യ കജ്ജ് പൊടിച്ചോണ്ടിട്ടോ. എല്ലാ ടൂറിലെയും ആദ്യ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയിരിക്കുന്നു. പമ്പ് ടോയ്ലറ്റ് തുറന്ന
മുസ്തു സാറ് ഒരേ ഉറക്കം. ഇതാണ് ഈ മൂഡ് ഇവന്റെ. ഞാൻ ഡോർ ഒറ്റെടുക്കാൻ തുടങ്ങിയാൽ മറിഞ്ഞാൻ പോകൂല കുതിര. മറിഞ്ഞു വേണേ പിടിച്ചൂലേ? ആ മറിഞ്ഞു ഉണ്ടോ പിടിച്ചോ. നല്ല വീഡിയോ ഇട്ടല്ലോ, കണ്ടന്റ് ഇട്ടല്ലോ. ആ കണ്ടിട്ട് കോടമഞ്ഞി കുറച്ച് ഗുഡ് നൈറ്റ്. തുടർന്നിട്ടുണ്ട്. ഷാക്കിർക്ക് പോയിട്ടുണ്ട്. ഇതാണോ? ഇതാണ് വ്ളോഗർ അവസ്ഥ ഗൈസ്. വ്ളോഗർ പാലക്കാട് എത്രന് മുന്നേ തുടങ്ങി തുടങ്ങല്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ എടുത്ത്. മൂപ്പര് പെട്രോൾ അടിക്കാൻ പോയപ്പോ അതിലാണ് പോയി ഓഫീസ്ക്ക് പെട്രോൾ എടുക്കാൻ പോയതാന്നുണ്ട്. നമ്മൾ എത്തിക്കഴിഞ്ഞു ഗൈസ്. ഗുഡ് മോർണിംഗ്. എത്ര പോലെ പോയി കട്ടില ഷർട്ടും ഇവിടെ 101 നമ്മുടെ 106. ഇവിടെ നിന്നാണ് നമ്മള് പെട്രോൾ അടിക്കുന്നത്. ഇതെവിടെ സ്ഥലം? എന്തായാലും വളപ്പറത്താണ് അയക്കണോ. ഇവിടെ നിന്ന് ഒരു 40 കിലോമീറ്റർ കൂടി. മസ്തു കഞ്ഞിക്കുയാണ് പോണ അപ്പിടാൻ. കട്ടിലിറങ്ങി പോയിക്കാണ് ചെറുപ്പം. പുതപ്പിട്ട് കടന്നിറങ്ങിനി ചീച്ചു മുത്തേക്കാണ്ട് തന്നെയാണ് പോണാണ്. പോയല്ലോ ബജാറ് പോയി. പറയ് എവിടത്തെ രാവിലെയോ? നേരം മുക്കാല് ഇത് ഓക്കെ. എവിടെത്തി നമ്മളറിയ? ഇത് നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് ചെക്ക് പോസ്റ്റ്. ഇതിന്റെ പേരെത്താ? ചെക്ക് പോസ്റ്റ് ആനമലൈ. എന്തായിരുന്നു അതിന്റെ പേര്? അണ്ണാമല. അണ്ണാമല ഒട്ട. നമ്മളിപ്പോ ഏതോ ടൈഗർ റിസർവിന്റെ ചെക്ക് പോസ്റ്റിലാണ്. ഏത് ചെക്ക് പോസ്റ്റ് ഒന്നും അറിയില്ല. ഏതാ റൂട്ടൊക്കെ കയറിക്കണം. രാവിലെ ആട്ടെ എന്നാലും ചെക്ക് പോസ്റ്റ് ഓർക്കുള്ളൂ. ഇത് കണ്ണൊക്കെ ലൈറ്റ് അടിച്ചിട്ട് ഒന്നും കാണില്ല. ഇന്ന് പുറത്തിറങ്ങി നിക്കേ. പുലി വരുന്നുണ്ടോക്കെ പുലി വന്നാലേ എന്നാല് ഞങ്ങളോട് പറയുമ്പോ തന്നെ ഉണ്ടൂലേ. അതിലല്ല അന്നെ പുലിക്കൊറ്റൂല. എന്റെ ഇറച്ചി രസം ഉണ്ടാവില്ല. നല്ല സുഖമായിട്ട് ഹലോ ജോർജ് സാറാണ്. ഹലോ ഹലോ എന്താണ് വാടി പൊന്തിച്ച് നോക്കണേ? കുന്മാനെ ഏടാ ആരെവിടെ ചോറിക്കണേ? അങ്ങനെ നോക്കടാ. ഏടാ ഒന്ന് കണക്കത്തോടെ ഏടാ. ഗുഡ് മോർണിംഗ്. ഹലോ ചെങ്ങ എന്തേലും സാധനം തിന്നാൻ കൊടുന്നില്ലേ എനിക്ക്? ചൂടിലൊക്കെ ഉണ്ടെങ്കിൽ എന്തൊരു സുന്ദരമായ ഗ്രാമം, അതിൽ സുന്ദരമായ പ്രകൃതി. വാൾപ്പാറ 50. വാൾപ്പാറ 40. എന്താണ് മാമലക്കാട് ഡാം? അത് സൂര്യോദയം വരുന്നുണ്ട് കേട്ടോ. ആ രണ്ട് മലകൾക്കിടയിൽ ഒരു ചുവന്ന മലകൾക്കിടയിൽ സൂര്യോദയം വരുന്ന സൂര്യൻ ഇങ്ങനെ അങ്ങനെ മേലെ പോവും. സൂര്യൻ മേഘന്റെ അടിയിലല്ലേ? ഇവിടെ പോയിട്ടുണ്ടെങ്കിലോ? ഇല്ല എല്ലാരും മേഘന്റെ ഒപ്പം പോയിക്കാണ്. സൂര്യൻ ഒപ്പം ഇല്ല. സൂര്യനും ചന്ദ്രനൊക്കെ മേഘന്റെ ഒപ്പം ഇങ്ങനെ കൂടി കളിക്കും. ഫോട്ടോ എടുത്തണം നമ്മള്. മേഘയുടെ ഒപ്പം വന്നോടുക്ക. മേഘന്റെ കാലാണ്. അപ്പൊ ഞങ്ങള് മാൾപ്പാറ അണ്ണാമല ടൈഗർ റിസർവ് കേന്ദ്രത്തിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായ ഗ്രാമപ്രദേശങ്ങളുടെയും അതിസുന്ദരമായ അതിനയന മനോഹരമായ കണ്ണുകൾ കൊണ്ട് ആനന്ദമാടുന്ന ഒരു പ്രകൃതിയാൽ ചുറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രാമമാണ് വാൾപ്പാറ. പിന്നതാ വാൾപ്പാറ പിന്നത്താണ് അത് കാണാൻ പറ്റില്ല. അവിടെ പറഞ്ഞു കൊടുക്കണതേ അല്ലമ്മക്കണില്ലേ? മതിയല്ല, രണ്ടാണ് മതി. എന്നായിക്കോട്ടെ, ഉമ്മക്ക് പേരെ കപ്പിച്ചെടുത്തോ. മുഷ്കലില്ല, പ്രോബ്ലം ആയി.
തിരിച്ചു പിടിച്ച് കാണിച്ചു കൊടുക്കുക ചങ്ങായി. ആ ഇതാണ് എന്താണ് 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 വില? ഇത് മറ്റേത് വെള്ളം നിറഞ്ഞ വെള്ളം ഡാമാ റോഡോ അറിയില്ല. ആ ചേറ്റിയാണ് കേട്ട് ചേനെ പറ്റിയൊന്നുമില്ല. സാക്കർ പറഞ്ഞ എന്തോ ഒരു ഡാമിന്റെ പേരത്താ ഓരോ നാമൊക്കെ കണ്ടീന്. എത്ര അതിന്റെ പേരത്താ ഡാമിന്റെ പേരത്താ ഞാൻ എന്തേലൊക്കെ പറയണം. എന്തേലും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആദ്യം എന്താ പറഞ്ഞുതരാം. പിന്നെ തിരിച്ചു ആദ്യം പോകുന്നതിനെ അങ്ങോട്ട് ചരിത്രം പറഞ്ഞു കൊടുക്കണേ. പോകണേ ആൽമോസ്റ്റ് മഴയുടെ പുറത്ത് ചെറുതായിട്ട് മഴ പാറുണ്ട്. ഇറങ്ങി പുറത്തിറങ്ങ. ഞാൻ വ്ളോഗറൊന്നുമല്ല, വീഡിയോ എടുക്കണ വയ്യാണ്ട ഉണ്ടായിരുന്നു ആള്. ഇല്ല കപ്പലെടുത്തില്ല. സാത്ര മേലെ മൂത്ര വെച്ചിട്ട് വരണ വെള്ളം. സിറോനാണെന്നോ അല്ല അത്ര തോന്നില്ലല്ലോ. അവിടെ എന്തോ വെള്ളം കെട്ടിരുത്തിക്കൊണ്ട് ആകെ വെള്ളം. ആ മല അവിടെ ഒരു പണ്ട് മുസ്താക്ക് ഇരുന്നീത്. ഒരു കാലം ഓടി ഒരു കാലം ഇതിമേൽ വെച്ചിട്ട് ഒരു കാലം ഇവിടെ ഇവിടെ ഇതിമേ മറ്റേ കാലം ഇതിമേ. അതെ അതെ എന്നിട്ട് അങ്ങനെ തന്നെ. എന്നിട്ടെന്താ ഞാൻ പെരീക്ക് പോയി. ചാക്കർ അവിടെ നിന്ന് ഒഴിച്ചതാണ് വെക്കാൻ. ഈ ഡാമിന്റെ പേരെന്താ? അതാണ് ഡാമിന്റെ പേര് ഇവിടെ വന്ന് പോയതല്ലേ? ആ പിന്നെന്താ ഈ ഡാമിന്റെ പേര് അറിയാത്ത? ഞാൻ ചോദിച്ചില്ല. ഇതൊക്കെ പരിചയ ഒരു ഗൈഡായിട്ട് ആനയും മലയിട്ടോ. അണ്ണാമല എന്ന് പറഞ്ഞോളാ. മലയല്ല ആനയും മല. അണ്ണാമല എന്ന് പറഞ്ഞോളാ. ഒന്നും സുഖമുണ്ട്. ആരും സുഖമില്ലേ? അതിനാണ് ഞാൻ പറഞ്ഞ മൈക്ക് എടുത്ത് തരണം. മൈക്കതാ വണ്ടിയിൽ മൈക്കുണ്ടോ? മൈക്ക് എടുത്താ ഇവിടെ ഇവിടെ മൈക്ക് എടുക്കേ. അയിലിതാകടാ ഇതിലേ ഇതിലടാ. ആ അയിന്റെ ഇതിലേ ഞങ്ങള് മൈക്കൊക്കെ വേണം വന്നു. മലവെള്ളപ്പാച്ചിലിന്റെ വെള്ളം വേണോ? ആ വേണ്ട. പ്യൂർ ഇപ്പൊ ഇവിടെ ആദിവാസിയാ ഇവിടെ ഉള്ളാണോ? കംപ്ലീറ്റ് ആ വെള്ളാണ് അങ്ങോട്ട് കൊണ്ടുവരണ്ടോ? അവൾ മൂത്രച്ച കുപ്പിയിലാക്കിയാണോ പോഞ്ഞ് അപ്പുറത്ത് കൊടുക്ക പോയിന്. എന്നാ ക്യാമറ വരുന്നുണ്ടല്ലോ ഇതാലോ. അല്ലാതാ അപ്പോ നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് വാൾപ്പാറയിലാണ്. ആ എങ്ങനെയാണ് വാൾപ്പാറ എന്ന് പേരെന്ന് വെച്ചാല് ആ കാണുന്നത് പാറ, ആ കാണുന്നത് പാറ, അവിടെ കാണുന്നതൊക്കെ പാറ, അങ്ങനെയാണ് വാൾപ്പാറ ആയത്. അപ്പൊ വാൾപ്പാറ അതാണ് വാൾപ്പാറയത്. ഇതെന്താണ് ഇത്ര തോന്നെ വെള്ളച്ചാടമുള്ള കാരണം എന്താ പറയാ? ഇവിടെ വെള്ളം ചാടം വെച്ചേക്കുണ്ടോ? ചാക്കര അവിടെ പോയിട്ട് ഒന്ന് ചാടിച്ചു. ഇപ്പൊ സവാദ് ചാടിച്ചാൻ പോയിക്കണേ. നമ്മള് ഇവിടെ ചാടിച്ചൂല. ഇതൊക്കെയാ സവാദിന്റെ ഇതാ പതഞ്ഞാണ് ഇവിടെ പതഞ്ഞു പൊന്തിയാണ്. അതപ്പോ അങ്ങനെ കാര്യങ്ങൾ കിടക്കും. ചാക്കര പണ്ട് ഇവിടെ ഇതേപോലെ ഫോട്ടോ എടുത്തേ. പിന്നെ എടുക്കണം ഇടക്കിടക്ക് തന്നെ വേണം. അല്ല മുമ്പോട്ട് ചലിക്കുക. മുമ്പോട്ട് ഇവിടുത്തെ ഈ പ്രൈമിലുള്ള എങ്ങനെ കാണിച്ചു കൊടുക്കാം. നമ്മള് മുമ്പുള്ള പ്രൈമില് കാണിച്ചു കൊടുക്കാം. നമ്മൾ തുടങ്ങാണ് വാൾപ്പാറയുടെ പാറയിൽ നിന്ന് നമ്മൾ തുടങ്ങാണ്. ഇവിടെ നമ്മൾ വാൾപ്പാറ. അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കളാണ്. ഞങ്ങൾ 4 പേര് സുഹൃത്തുക്കളാണ്. ഞങ്ങൾ 4 സുഹൃത്തുക്കൾ തമ്മിൽ വെറും കച്ചറയാണ്. വെറും കച്ചറ. ഒരാൾക്ക് പറഞ്ഞ ഒരാൾക്ക് ആ കാണുന്നത് ചെക്കനാണ് ഈ ചെക്കന്റെ അന്തരവാനാണ്. ആ ചെക്കനാണ് ഈ ചെക്കന്റെ കാരണവരാണ്. ഛേ എന്താണ് ആന്ന് എന്തല്ലേ എവിടുക്കതൊക്കെ കൊണ്ടുപോകണം? മരിച്ചു പോകുമ്പോ കൊണ്ടുപോകും. അതൊക്കെ കൊണ്ടുപോവാ.
ഒന്നും കൊണ്ടുപോല അതന്നെ പറഞ്ഞത് എവിടേക്കാർക്കും വേണ്ടി നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. എന്തിനാണ് ഈ പൈസ? ഇത്ര നേരം വണ്ടി കയറിയപ്പോ ഉറങ്ങിയാലോ? വണ്ടി ഇറങ്ങിയ ഞാനാണെങ്കിൽ ഒരു തുള്ളി ഉറങ്ങിയില്ല. എന്നെ പുലി കുത്തോ ആന കടിച്ചു വരുത്തിയാണ്ട് ഞാൻ അത് വേറെ. എന്താ ഈ പോലെ പറ്റൂല സുഹൃത്തുക്കളെ. എനിക്കറിയില്ല. സമയം പോയിട്ടേ നമ്മളിപ്പോ ഇവിടെ പോണ മാമല കണ്ടോ? മാമലകാമന്റെ ഡാമാണ് നേരത്തെ പറഞ്ഞത്. നാട്ടിൽ പേരറിയാം. അത് മാമലകണ്ട ഡാമല്ല. എന്താ പറഞ്ഞ ഞാൻ എന്തോ വേറൊരു ഡാം. ആ ബെൽറ്റ് ഇട്ടോളി. നിങ്ങളെന്താണ് മുന്നിലിരുന്നാണ് ബെൽറ്റ് ഒക്കെ ഇടാതെ? സീരിയസ് ആയിട്ട് മുണ്ടാതെ നിന്ന മുമ്പിൽ കാണിച്ചെടുത്താ എത്രങ്ങാനും നല്ല കാഴ്ചകൾ കാണാണ്ട് അവിടെ. അടുത്ത പ്രാവശ്യം ഈ ക്യാമറ മുമ്പിൽ ഞാൻ പറഞ്ഞ യാത്ര ചെയ്യുമ്പോ കാര്യമായിട്ട് പറയാനുള്ളത് ബയോഗ്യാസ് എനിക്ക് മനസ്സിലാവാത്തതിന്റെ കാരണം ഒരു വണ്ടിക്കും 4 പേർക്കും 150 റുപ്യ. എന്ത് കാരണത്താലാണ് ഓല 150 റുപ്യ വാങ്ങുന്നത്? പക്ഷെ നമ്മള് സഹിച്ചത് പാസൊക്കെ എടുത്ത് പോരും. ഇത്രയും കിലോമീറ്റർ ഓടി വന്നുകാണ്ട് നമ്മക്ക് ഇപ്പൊ ഒരു 150 റുപ്യൊക്കെ മാറ്റി ചെയ്യാൻ പറ്റൂലല്ലോ. ചാലക്കോട്ട് ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള പൂങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ഏത് സംസ്ഥാനം? പട്ടമായി ഞാൻ പാറി പാറി പിന്നെ അതല്ല എന്റേതല്ലേ? എന്റേതല്ല. പിന്നെ ആരാണ് പറഞ്ഞോ? കാര്യൊരു വിഷയമുണ്ട്. എല്ലാവരും ഒരു ഇത് കാണുന്ന വ്ളോഗ് 4-4 2-2 ഇനി പോട്ടെ 100 ആൾക്കാർ കണ്ടാലും വേണ്ടില്ല. മുസ്താഖിന് ഒരു പെണ്ണ് തപ്പുണ്ട്. അത് നിർബന്ധമായിട്ടും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് സഹായിച്ചില്ല. കാരണം ചക്കനെ നോക്കി ഇത്രയും വലിയ താടിയും മീശയും വെച്ച് 26 വയസ്സായിക്കണേ. ഇനി എങ്ങട്ടതൊക്കെ മൂത്ത് കൊണ്ട് നടക്കണത്? 22 വയസ്സ്. ആർക്കിച്ചോ? അത് കഴിഞ്ഞ വ്ളോഗിൽ 22 വയസ്സ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. 22 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ഒരു വ്ളോഗ് കഴിച്ചപ്പോ 26 വയസ്സ്. 4 കൊല്ലാണ്ട് ഒറ്റയ്ക്ക് പോവാ. കാര്യം സീരിയസ് ആട്ടോ. ഇത്രയും വ്ളോഗൊക്കെ നടത്തുന്നത് തന്നെ ഏതേം പെണ്ണ് എന്നേലൊക്കെ വരും എന്ന് വിചാരിച്ചിട്ട്. അതിപ്പോ ഒരു പെണ്ണും വരുന്നില്ല, വടക്കോയും വരുന്നില്ല. ഇനിയിപ്പോ എന്താണ് ജോലി എന്ന് ചോദിച്ചാ വ്ളോഗർ അൽമുസ്തു. എന്താണ് ബ്യൂട്ടിഫിക്കേഷൻ അല്ലേ? ഹൗസ് ബ്യൂട്ടിഫിക്കേഷൻ. അത് വേറെ സൈഡ് ബിസിനസ് ആണ്. മെയിൻ ബിസിനസ് വ്ളോഗർ. ഒരു മാസം എത്ര ഉണ്ടാവും സാലറി? ഓന്റെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് 4 ലക്ഷമാണ്. ബ്യൂട്ടിഫിക്കേഷൻ ലോക്കൽ ആയോണ്ട് അത് ഒരു മാസത്തിലോനെ അവരും കിട്ടുന്നത് 2000 റുപ്യ 3000 റുപ്യ ഉള്ളൂ. കാരണം ആകെ 3-4 പണിക്കോണുള്ളൂ. മഴ അറിഞ്ഞാണ്ട് സുസ്തി അടിച്ച് പെരി കുത്തിറക്കുക. ഇല്ല നേരം യൂട്യൂബ് പറഞ്ഞ് നടക്കുക. പക്ഷെ ക്യാമറമാനാണ് അടുത്തുണ്ട്. ഓന് ശമ്പളം കിട്ടണില്ല എന്ന് പറഞ്ഞ്. ക്യാമറമാൻ ശമ്പളം അതിന്റെ മേലക്കട് കേറാ കോടനുള്ളു. കോടാമഞ്ഞ് ഓഹോ ഓഹോ. താങ്കൾക്ക് എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? എനിക്ക് പറയാനാണെന്നുണ്ട്, കൊറേ പറയാനുണ്ട്. നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയുള്ള സ്ഥലത്തിലോട്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ്. പെരീകളടാ വരികളോ? രാവിലെ നേരം വെളുത്തു. നേരം സുബേഷ്കരിച്ചു. ഞാൻ സ്കരിച്ചു. എവിടുന്ന്? ഞാൻ ഇവിടുന്ന് വണ്ടിന്ന്. കണ്ണോണ്ടോ? കയ്യിന് കാലിന് പ്രശ്നമുണ്ടോ? കയ്യിന് കാലിന് പ്രശ്നമില്ലല്ലോ. യാത്രക്ക് നിസ്കരിച്ചാൽ അവിടെ സൗകര്യം ഞാൻ അവിടെ കണ്ടില്ല. അവിടെ അമ്പലണ്ടോ? എനിക്ക് അവിടെ സൗകര്യം ഉണ്ടെന്ന് തോന്നിയില്ല. അപ്പൊ ഞാൻ ഇവിടുന്ന് വണ്ടിയിൽ നിസ്കരിച്ചു. കൈവേറി. അല്ലാതാ ഇനി പരി പോയിട്ട് അതിനെ വിട്ടണം. അത്രേ ഉള്ളൂ. തീർന്നു. ഓണടിക്കണ്ടെന്ന് ഇവിടുത്തെ. നല്ല കോടയുണ്ട്. അൽമുസ്തു പുറത്തിറങ്ങുന്നില്ല ഗായ്സ്.
ഇറങ്ങിക്ക 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 ഇറങ്ങിക്ക. ഞാൻ വരുമ്പോ Wow, wow, it's amazing, amazing. Wow, really amazing. Really amazing. Amazing എന്ന് പറഞ്ഞാ പറയ്. അമേസിങ്. Really amazing. എത്താപ്പത് ഞാൻ അപ്പുറം കണ്ടപ്പോ എന്താ ഇത്? ഈ കാശ്മീർ പോയിക്കോ, ശ്രീനഗർ കണ്ടോ, പഹൽഗാം കണ്ടോ, പോടാ അടുത്തേ സ്വപ്നത്തിലോ. ഇതല്ലേ ചുറ്റണേ അതറോ എങ്ങനെ വാവായി പാറ പാറ പിടിച്ചോ. പാറല്ല പുസ്തക പാറല്ലേ പാറല്ലേ. അല്ലാ വിഷ്വൽ ബ്യൂട്ടി അല്ലേ ഇതിലെ. എന്താപ്പോ ഇതിന്റെ എല്ലാ സംഭവം അടിപൊളിയാണ്. അടിപൊളിയാണ്. അൽമോസ്റ്റ് പറഞ്ഞ അടിപൊളിയാണ്. ഒന്നും പറയാനില്ല. എന്നാലും എന്തെങ്കിലൊക്കെ ഒന്ന് രക്ഷല്ല. രക്ഷയില്ല. എന്താ ചെയ്യ പോലെ സാധാ പാറിപ്പോല്ലട്ടോ. സൂക്ഷിക്ക കമ്മിയമ്മ പിടിച്ചു നിക്കേ കുന്മാനെ കുന്മാനെ. അമ്മനിക്കാറ്റ് കാറ്റ് വിത്ത് കോടത്തണുപ്പ്. ഓ സ്റ്റെപ്പ് നീച്ച് നീച്ച് പോവാ. അടുത്ത സ്പോട്ട് പോവാ. അടുത്ത സ്പോട്ട് കൂടെ തണുപ്പില്ല. ഓ 4 കളർ. കുറച്ച് എടുത്താലോ. എന്റെ അടുത്തില്ല. ഈ വെള്ളം നിറച്ചു പിന്നെന്താ. ഇത് ഗ്രൂപ്പിലിടാ. ഇപ്പൊ നമ്മളോട് അല്ലടാ എന്താണ് എന്താ പേര് എന്ത് പാരീസ് കോർണറിലാണ്. ഇവിടെ ഞങ്ങള് ഭക്ഷണം കഴിക്കണം അല്ലേ. ഭക്ഷണം കഴിക്കണം. ഞങ്ങളെ പ്രഭാത കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഇവിടെ കേറിയത്. നല്ല അടിപൊളി വ്യൂ ഉണ്ട്. കാണിച്ചു തരാം. 1 മിനിറ്റ് ചെയ്തേക്ക. അടിപൊളി പോയേക്കാം. അവിടെ ഇതിനുണ്ട്. ഇറ്റ്സ് ടൈം ഫോർ എ ടീ. ഓക്കെ നമ്മൾ പറയും ടീ മാത്രം പോരാ. ഹാവ് എ ടീ പ്രൈസ് ഓഫ് ടൈം. ഒരു റോഷാപ്പൂ മല തരാം. അതോ പോലെ. ഇതാണ് നമ്മളെ റെസ്റ്റോറന്റിന്റെ വ്യൂ. ഇതാണ് റെസ്റ്റോറന്റിലേക്ക് പോകുന്ന വഴി. ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവിടെ നമുക്ക് സംഭവം അങ്ങനെ ഉണ്ട്. ഇവിടെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. തറവാട് ഇങ്ങോട്ടാക്കേണ്ടി വരും. അപ്പൊ എങ്ങനെയാണ് ഞങ്ങള് ചായ കുടിക്കാൻ വന്നൊരു സ്പോട്ട്. വെരി വെരി ബ്യൂട്ടിഫുൾ പ്ലേസസ് ആണ്. മുസ്തുടാ നല്ല കോടമഞ്ഞും നല്ല തണുപ്പും അതിൻ്റെ ഇടയിൽ നല്ല ബ്യൂട്ടിഫുൾ ചായയും. എന്താണ് ഇത്? പെയിന്റ് അല്ലേ? പെയിന്റാണ്. മറ്റേ ഗമ്മല്ലേ സംഭവം. ഒക്കെയാണ് ചായ എന്താ കഴിക്കാലോ. ഇഷ്ടം മുസ്തു എപ്പോഴും ഒരു വെറൈറ്റിയാണ്.
പ്രോബ്ലം ചെയ്തോ നല്ല തണുത്ത ഐസ്ക്രീം ആയാലോ? ഐസ്ക്രീം ആണോ? ചോക്കോബാർ ആണോ? എന്താ കഴിക്കാനുള്ള ചോദിച്ചോക്കെ? എന്താ ഉള്ളത് ചോദിച്ചോക്കെ? സൂപ്പിക്കണോ? പറ സൗദ. ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ പറയുക കുസു? ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് തിന്നാൻ തന്നെ ഞങ്ങൾ ഒറ്റക്കുന്നുണ്ട് ഒന്നുകൂടി പറയേ. ഫയ്യാൻ അതാ റോസ് മിൽക്ക് കുടിക്കുന്നു, മറ്റേ റോസാട്ടോ ഒഴിച്ചോ? ബ്രെഡ് ഓംപ്ലേറ്റ് കഴിക്കുന്നു. ഒന്നുകൂടെ പറ. ക്യാമറ നമുക്ക് തെറിച്ചു നോക്കട്ടോ. എങ്ങനെയുണ്ട് വാൾപ്പാറ വരുവാണെങ്കിൽ ട്രൈ ചെയ്യേണ്ട ഒരു കടയാണത്. പാരീസ് കോർണർ. ചായ എന്ന് പറഞ്ഞാൽ ഈ ചായ കുടിച്ച ജീവിതത്തിൽ മറക്കൂല. ചായ കുടിച്ച മാരുണ്ട്. ചിലയിടത്തൊക്കെ ചായ കുടിച്ചാൽ പോയാൽ ഒന്നെങ്കിൽ പാല് മാത്രം അല്ലെങ്കിൽ ചായപ്പൊടി മാത്രം ഉണ്ടാവും, അല്ലെങ്കിൽ പച്ചവെള്ളം. അതൊരു മുതൽ സാധനമാണ്. ഇത് ഈ ബാക്കത്തെ ആംബിയൻസ് വ്യൂ അതും ഇതിനെ മനോഹരമായ വാൾപ്പാറയുടെ തണുപ്പ്. അമേസിംഗ് എന്ന് പറഞ്ഞാൽ റിയലി അമേസിംഗ്. നമുക്ക് നാളെ വരാൻ പറ്റും. നാളെ എന്തായാലും പോന്നോളി. ഇപ്പൊ മഴ ഉള്ളോണ്ടേ. അതെയോ? വൈകുന്നേരം തന്നെ പോകുന്നത് അല്ല ഡോക്ടറെ? ബ്രെഡ് ആംബലൈറ്റ് അക്കൗണ്ട് ചോദിച്ചോണോ? കുറെ നേരം ഇല്ലൊക്കെ തോത്തിക്കണ ഒന്നുകൂടി നോത്ത് തോത്താൻ പോണ വെറൈറ്റി അനുഭവമുണ്ട് നമ്മളെ ട്രിപ്പ് ജീവിതത്തിലെ. നല്ല പ്രഭാത കർമ്മങ്ങളും ബ്രെഡ് ആംബലൈറ്റോ ഇത്രയും അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റും ബ്രേക്ക്ഫാസ്റ്റും നമ്മൾ എത്ര ചായ നമ്മളെന്താ കാര്യങ്ങളാണ് പോകുന്നത്? കഴിഞ്ഞ സ്റ്റോപ്പ് നിർത്തിയപ്പോ അവിടെ തന്നെ 3 അടിച്ചു. 4 ആക്കര ഒരു 10 ചായ എന്താ ചെയ്യങ്ങനെ കായ? നമ്മള് തമിഴ്നാട് എന്തായാലും ചായ എടുക്കുന്ന കാരണം ഇത്ര നല്ല ചായ കേരളത്തിൽ കിട്ടൂല, അപൂർവമായിട്ട് കിട്ടുള്ളൂ. ചേച്ചിനെ കൊണ്ട് പോയേ അവിടെ കുഞ്ഞാണി ചേച്ചിനോട് നമ്മള് വന്നാലോ പ്രശ്നമില്ല. അപ്പൊ ചേച്ചി ഷെയറും ചേച്ചിക്കും കൊടുത്താ അവിടെ ചങ്ങായോ, അതുകൊണ്ട് കാര്യമില്ല. പാർട്ണർഷിപ്പ് കൊടുക്കുക. വെജിറ്റബിൾ ഒന്നുമില്ല, ക്യാരറ്റ് ആണല്ലോ. പാർട്ണർഷിപ്പ് കൊടുക്കുമ്പോ വരും റെസിപ്പി നമ്മൾ പോരേ. വാൾപ്പാറയിൽ ഇങ്ങനെ നല്ല മനോഹരമായ തീരത്തോട്ടും മനോഹരമായും നല്ല കാലാവസ്ഥ അല്ലേ? വല്ലാത്തൊരു കാലാവസ്ഥയും കോട്ടൊക്കെ എടുത്ത് ഇങ്ങനെ പോവാ. ഇവിടെ ഉണ്ട് ഒരു ചെങ്ങായി, എന്തിനാ പോകുന്നത് അറിയില്ല, കടന്നുറങ്ങുക. ഓക്കെ, കടന്നുറങ്ങാൻ വന്നിട്ട് പേരെ പോയി കടന്നുറങ്ങാൻ പോരെ, വെറുതെ പോകുക തിളക്കുന്ന സാമ്പാർ എന്തിനോ വേണ്ടി. മുസ്താഖ്, എവിടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്? നമ്മള് എവിടെ സ്ഥലം പേരറിയില്ല. നല്ല കോടക്ക് പോയടാ. കോട അവിടെ മാത്രമേ ഉള്ളൂ. കോട അന്നെ കണ്ടപ്പോ വിദൂരയിലേക്ക് പോയി. ഇതെന്താണ്? കായലോ കപ്പലോ വിമാനമോ കടലിലിട്ട പാലമോ യാത്ര പോകും. വാങ്ങണോ? കോട കടലില്ല. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ, ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് സുന്ദരമായ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശത്താണ്. നമ്മൾ ജയ്ഷി ബസ് അതിലൂടെ നടക്കുന്നുണ്ട്. ഇതെന്താണ് പറഞ്ഞത്? കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കെട്ടിയെടുക്കുന്ന ഗ്രാമോ? അത് തമിഴ്നാടിന് വേണ്ടി. ഇവിടെ എന്ത് കൃഷി? തേയില. അത്ര വെള്ളം വേണ്ട. ഇത് വെള്ളം മോട്ടർ അടിച്ചാണ്ട് കഴിയല്ല. ഇവിടെ വെള്ളം കെട്ടി നിർത്തിയാലാണ് ആ വെള്ളത്തിന്റെ കിനിവ് ആ മലയിലേക്കൊക്കെ പോവും. ഈ വെള്ളത്തിന്റെ കിനിവ് മലയിട്ട് മേലേക്ക് കയറി പോയാരോ? കേറിപ്പോ വലിച്ചെടുക്കും. ഇത് വേരില്ല സാധനല്ലേ, വേര് വലിച്ചെടുക്കൂലേ?
ഇവർക്ക് തിന്നാ ഈ സയൻസ് പഠിച്ചു സയൻസ് പഠിക്കണമെന്നാണ് നമ്മളെ സാക്കർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ജെയ്സി പശു ഒക്കെ ആൾ വന്ന് ജെയ്സി ജെയ്സി ഇടൂല. ഹായ് ബാരിഷ് മേഘേ ജൽദി ജൽദി ബായ് ജൽദി ബായ്. നിങ്ങൾക്ക് എന്തേ പറയാൻ? പറയാൻ എന്ത് പറയാന്? ഈ ക്യാമറ കിട്ടിയത് എന്താ പറയണ്ടേ? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഷാക്കിർ പറഞ്ഞ യാത്ര 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 വളരെ മനോഹാരിതയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു യാത്രയായിരുന്നു ഈ യാത്ര. ഈ യാത്രയിൽ നമുക്ക് തൽക്കാലം നമുക്ക് നിർത്തിയാലേ യാത്ര പറ്റിയാന്ന് ചോദിച്ചിട്ടില്ല. ഇല്ലേ നമ്മൾ നിർത്താം. എത്താണ്ട് നമുക്ക് പോയാലോ? എവിടേക്കാണ് പോവാ? എന്നാ പോവാ. അടുത്ത ഡെസ്റ്റിനേഷൻ പഠിക്കാം. ഈ പിന്നെ ആതിരപ്പള്ളി പോകണ്ടല്ലോ, അത് കൊറേ കുത്തനെ അടിക്കാറ്. നമ്മള് ഉച്ചക്ക് ചോറും തിന്നാ പോവാ. ചോറ് കിട്ടണം. ചോറും നല്ല മുറങ്ങാക്കറിയും കിട്ടണം. ഒക്കമിയുമാണാ പപ്പടം പൊച്ചത്. പോച്ചത് വേണം. പപ്പടം പൊരിച്ചതില്ല, പപ്പട ഫ്രൈ. അടച്ചതും വേണം. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്. എന്നാ പോയേക്കാം. ബദറോ ലൈൻ കാർഡ് എന്താണ് നോക്കുന്നത്? ഓലഞ്ചിന്റെ മരമാണ് ഇതാണ് ഓരോ മരം. നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, അവിടെ കാണുക മക്കളെ, അക്കാണും മാമലയൊന്നും നമ്മുടെ നേടൽ നന്മകളെ. ക്യാമറ പത്തല്ലോ. മല ഇറങ്ങുകയാണ്. കാറ്റേ നീ വീശരുതേ. പോണു ബദറോ ചക്ക ഓടിക്കോ ഏതായാലും ഒന്ന് ചാടും. ചക്കട്ടപ്പം മുയലത്തോ വീട്ടപ്പോ ആതിരപ്പള്ളി റൂട്ടിലാണ്. ആതിരപ്പള്ളിക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. വായിച്ചാല് ആതിരപ്പള്ളി കഴിഞ്ഞ് ആതിരപ്പള്ളി കഴിഞ്ഞു. ആതിരപ്പള്ളി കഴിഞ്ഞെടുത്താ ഓക്കെ. സവാദ ക്യാമറ പിടിച്ചേ. നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. വെച്ചാല് ഒന്ന് ചാടി കുളിച്ച് പരി പോയാലോ? പാട്ടത്ത് കുളിച്ചോന്റെ ചെങ്ങായിന് മുതലുണ്ട്. ഇവിടല്ല, ഇതല്ല. ഹലോ, കൊണ്ടല്ലേ വെള്ളച്ചാട്ടം സുഹൃത്തുക്കളെ നോക്ക്. വെള്ളച്ചാട്ടം ബഹുമാനപ്പെട്ട ആണ്. ചക്കയുണ്ട്. കേറോ മുസ്താഖ് ചക്ക കല്ലോണ്ട് എറിഞ്ഞ് ചാടിക്കുമെന്നാണ് മുസ്താഖ് വാദിക്കുന്നത്. താങ്കൾക്ക് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? താങ്കൾ പറയൂ. ചക്ക വരക്കന്റെ പൊളിച്ച് ചാടിയ തങ്കമ്മണ്. വരക്കന്റെ പൊളിച്ച് ചാടിയ തങ്കമ്മേ. എന്റെ പോയോ? ആ ചക്കയുടെ കാര്യം ചോദിച്ചാ ചക്കട്ടല്ലോ. പൊളിച്ച് ആടാട് പെണ്ണേ ആടാട് പെണ്ണേ ആടാട് പെണ്ണേ. ഓക്കെ. താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ചക്ക എങ്ങനെയാണ് ചക്ക എങ്ങനെ ഇടാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിലെ. ഇതെന്താണോ ഇതവിടെ ആ പാട്ട് കൊറേ നീക്കാനുണ്ടോ? ന്യൂസ് ക്യാൻസലേഷൻ ഉണ്ട്. മറ്റേ മൈക്ക് കൊണ്ട് അവിടെ നടക്കല്ലേ എടാ ഇങ്ങോട്ട് വാടാ. സേഫ് ആണോ?
സേഫാണോ? ആക്കടയിൽ ഉത്തരം പറഞ്ഞു. സേഫാണോ? സേഫാണോ? ഓക്കെ അല്ലേ? ചായ അടിച്ചോ? ഈ ആക്കറല്ലേ? വെള്ളം കുറയുണ്ട്. ഓക്കെ, വെള്ളം കുറയുണ്ട്. വെള്ളം കിട്ടും. കൃഷിയൊക്കെ ചെയ്യാം അവിടെ. വെള്ളം കുറെ കിട്ടും. ആവശ്യക്കാർ ഈ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുത്താ പോത്തും ആടും എല്ലാം ചെയ്യാം. ആന കുടുങ്ങി വരുന്നുണ്ട്. പോയിക്കോളും. വേക്കെടുക്ക് പൊട്ടാ. മെല്ലെ എടുത്താ മതി. വേക്ക് പോ. അതില് കേറിക്കോളും. ഒറ്റ വെച്ചിട്ടുണ്ട്. ഒറ്റ പോക്ക് വേണ്ടി വരും. പോലെ കണ്ടു. അങ്ങനെ നിർത്തല്ലേ. വേക്ക് പോ. ഇല്ല, മെല്ലെ പോയാ മതി. മെല്ലെ പോയാൽ അത് കയറിക്കോളും. നേരെ കയറിക്കോളും. മെല്ലെ ഇങ്ങനെ പോയാൽ മതി. അതിൽ കയറി പോയിക്കോളും. കയറിക്കോളും. നിർത്തിട്ട് കാര്യമില്ല. മെല്ലെ ബാക്ക് പോ. ആ റോഡ് ഇങ്ങനെ നല്ല ബാക്ക് പോയാൽ അതിൽ പോയിക്കോളും. ബാക്ക് അപ്പൊ പോയിക്കോളും. എന്താ ജീപ്പ് ഉണ്ട്, പ്രശ്നമില്ല. ശരിയാക്കല്ലേ, അത് അവിടെ നിർത്തി കൊടുത്താലേ അറിയാം. പിന്നെ പ്രശ്നമാവാം. ബസ്സാര നിർത്തിയതാണ്. നിർത്തിയാണ്. നമുക്ക് എന്തെങ്കിലും ഇതാവാണ്. ഇല്ല കുറച്ചുകൂടി കാണാത്ത നിർത്തുന്നതും ബെറ്റർ. ബസ്സാര നിർത്തി എനിക്ക് മനസ്സിലായില്ല. അതെ തീരുമാനം നോക്കുക. അത് അവിടെ നിക്കല്ലേനോ? പറയാൻ പറ്റില്ല. തിരിച്ചേണ്ടി വരും. ഒറ്റടിക്കിട്ട് തിരിച്ചാൽ തിരിച്ചല്ലേ തീരുമാനം തിരിച്ചാ. കൊറേ വണ്ടികളുണ്ട്. ചില വലിയ വണ്ടി ഉണ്ടായാൽ ചിലപ്പോ കേറി പോകും. ഇല്ല, മൊത്തത്തില് കേറിക്കോട്ടെ. ഇല്ല പോലെ പോയിട്ടെന്താ? ഇല്ല, കേറുണ്ട്. ഒട്ടേക്ക് പോയി. ഇത് 6 പോവാണേ പോവാ. 6 ബാക്ക് പിടിക്കാം. ബാക്കെടുക്കാം. പോയിട്ടില്ലേ? അവരോട് നിക്കാം. തീരുമാനമായിട്ട് പോവാ. തിരിച്ചോണ്ട് ഇറങ്ങടാ. വല്ലാതെ പോരണ്ട. പുസ്തകം പോയാക്ക് പുസ്തകനുണ്ട മുലിങ്ങാത്താനെ പേടിച്ചു പോവും. ഇവിടെ പോടാ കുറച്ചാണ് വീഡിയോ ഡ്രോപ്പ് ചെയ്യാൻ പറയും. കറക്റ്റ് വീഡിയോ എടുക്കണം. ക്ലാസ്സാത്തികളാ. തുമ്പിക്കൈന് വരും. തുമ്പിക്കൈന് അന്നെന്താ ഇത് വലുത്തെന്ന് പറഞ്ഞാലോ? കോമഡി സീന്. പറയുള്ളൂ. ഇതിപ്പോ കുടുങ്ങി അറിയില്ലേ? ബസ്സേനെ ചിലപ്പോ എന്റെ ബസ്സേനെ നിർത്തിയാണ് നമ്മളെ വിഷയം. നമ്മ ഒന്നാമത് നിർത്തി ഒന്നും കാട്ടാനില്ല. കുട്ടികൾക്കാണ് ഓന് ധൈര്യാണേ. വല്യണ്ടി അല്ലേ?
പോട്ടെ പോട്ടെ പോട്ടെ. അറിയില്ല. ഓക്കെ ശരി, താങ്ക് യു. ഞങ്ങളുടെ ആദ്യം കണ്ടിട്ടില്ലേ? വരുന്നുണ്ടോ മോനെ? വരുന്നോ? വരുന്നോ? ഇവിടെ കളിച്ചാട്ടോ. ആനക്ക് ശേഷം ആന വണ്ടി. ഏതൊരു ട്രിപ്പ് കുറച്ച് മുതലേ. ആനയോടുള്ള മലപ്പുറത്തിന് ശേഷം അവിടെ എത്തി. ആനല്ല, എന്നോടുള്ള മതിപ്പ് ആകെ പോയി കിടക്കണയാ. മതിപ്പല്ലടാ മലപ്പുറത്തും. അതല്ല, എന്റെ മതിപ്പ് പോയി കിടക്കണ്ടോ. പള്ളിയിൽ വെച്ചിട്ടല്ലേ അത് പേരോ? എന്തൊക്കെയാണ് സൂക്ഷിക്കണം ഗായ്സ്. ഭീകരാവസ്ഥയിലാണ് നാട് കടന്നു പോകുന്നത്. എല്ലാവരും സൂക്ഷിക്കുക. ഞങ്ങള് പത്തും തണുപ്പായിട്ട് ഒരു ഇതില്ല. എന്തില്ല? ഇങ്ങനെ മറ്റേ മഞ്ഞ കോഴിക്കള്. മഞ്ഞ കോഴിക്കളെ പോലെ അങ്ങനെയൊക്കെ നഞ്ഞിട്ടില്ലേ? ഞാൻ നഞ്ഞിട്ടില്ല. എന്താണോ അങ്ങനെയൊക്കെ ബിരിയാണി കയറുമ്പോഴോ ഇവിടെ ആവേണ്ടതാണ്. നോക്കുക ശരിയാവും. എന്തായാലും ആനയോടുള്ള മലപ്പുറത്തിന് ശേഷം നമ്മള് ഭക്ഷണം കഴിക്കാൻ കേരളത്തിലെത്തി നമ്മള്. ആന നമ്മള് കൊടുന്നാ മതി നമുക്ക് അതിന് എത്താണ്ട്. ആന മാനയോട് കേറാറില്ലേ? ഇത് ശരിക്കും മുമ്പിൽ നടത്തിയ നമ്മളെ വണ്ടി ഇങ്ങനെ വീഡിയോ വ്ളോഗിൽ വരാൻ മതി. മുമ്പിലെ ക്യാരറ്റ് എടുത്താൽ നമ്മളെ വണ്ടി വലിപ്പിക്കാൻ മതി. തള്ളാണ് നമ്മൾ കുടുങ്ങാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ കരുതിന് ആനോട് ഒന്ന് നല്ല തരം വയ്ക്കണം. അവിടെ കേറിയിട്ട് ഇവിടെ വന്നാണ് അതിലാണ് നമ്മള് പെട്ടത്. അടിയിൽ നമ്മള് പെട്ടത്. ബുജ്ജ് പറഞ്ഞാ ആന അവിടെ കൊറേ നേരം കളിച്ചാണ്. പിന്നെ അങ്ങോട്ട് പോയതാണ്. ആ കണ്ടില്ല മണ്ണ് ഇങ്ങനെ വന്നിക്കണ്. പോയില്ലല്ലോ. തൽക്കാലങ്ങൾ പോയിക്കോളി പറഞ്ഞ തൽക്കാലങ്ങൾ പോയിക്കോളി. ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യണില്ല പറഞ്ഞു. ഒട്ടോ പറഞ്ഞു. അതാണ് ആന പറഞ്ഞത്. ആനക്ക് ആന്റെ വലിപ്പറിയില്ലേ? ആനക്ക് ഇങ്ങനെ ആന്റെ വലിപ്പറണെങ്കിൽ നമ്മളൊന്നും ഉണ്ടാവില്ല. എന്ത് ആന കണ്ണാടിയൊക്കെ എത്തണ്ടേ? കണ്ണാടി നോക്കാൻ എപ്പോഴും കുളിച്ചൂലേ? അത് എത്തില്ല, അത് വേരാണ്. എന്തേര് അതിന്റെ വേരടാ. എന്താ വെള്ളം ചെക്കിൽ ഇരുന്നിരുന്ന് മുളച്ചതാ വേരിറങ്ങാന്? വേരിറങ്ങിയിരുന്നു. ആ ന്യൂസ് ഒക്കെ സംസ്ഥാനത്തെ പ്രളയ സാധ്യത. തട്ടം ചാടിയാണ് ഞാ അവളോ ഏടി അവള് മറിഞ്ഞിണ്ടാവടാ. കേൾക്കണില്ല. അതെ ആ ചളിയൊക്കെ ഉണ്ടത് കൊമ്പില്ലേ? കൊട്ടത്ത് കൊട്ട ചോപ്പില് കൊമ്പ് വെച്ചെടുത്താണ്. കൊമ്പ് ഞാനായിക്കോട്ടെ എത്തില്ലേ? പുതിയ വണ്ടി ഇറക്കിയിട്ടുണ്ടോ? എന്തായി നമ്മളെ ട്രിപ്പിന്റെ പര്യവസാനം? എന്തായി പര്യവസാനം? നമ്മള് നാട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തോടു കൂടി നമ്മളെ ഇവിടെ ട്രിപ്പ് കൂടെ അവസാനിപ്പിച്ചു. ഇനി അടുത്ത നാളെ നമുക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ട് വിറ്റത്തിച്ചുമ്പോ ഭക്ഷണം കുഴപ്പമൊന്നുമില്ല. രാത്രി അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നുമില്ല. വയറ് നിറഞ്ഞു. അങ്ങനെ ഉള്ളൂ. മനസ്സറിഞ്ഞില്ലെങ്കിൽ വയററിഞ്ഞാൽ മതി. വയറിറങ്ങാൻ മതി. നമുക്ക് മനസ്സ് നിറയണം, വയറ് നിറയണം കഴിക്കുമ്പോഴേ. നമുക്ക് അങ്ങനെ മതി. നമുക്ക് വയറിറങ്ങാം. ഓക്കെ ഓക്കെ കാണാം. ശരി എന്നാ. ഞാൻ കാണിക്കില്ല. കാണിക്കില്ല.